കണ്ണൂരിൽ മഴയിൽ രക്ഷാപ്രവർത്തനത്തിനിടെ ജീവൻ നഷ്ടമായ തിരുവനന്തപുരം സ്വദേശി രാജേഷിന്റെ മൃതദേഹം ഉടൻ നാട്ടിലെത്തിക്കും. രാജേഷിന്റെ അപ്രതീക്ഷിതമായ വിയോഗത്തിൽ വിങ്ങുകയാണ് പ്രിയപ്പെട്ടവർ. കലിയൂർ സ്വദേശിയാണ് രാജേഷ്. രാജേഷിന്റെ വിയോഗം അതുണ്ടാക്കുന്ന വലിയ നഷ്ടത്തിൻ്റെ ഞെട്ടലിലാണിപ്പോൾ. തിരുവനന്തപുരത്തെ വീട്ടിലേക്ക് ഉടൻ മൃതദേഹം എത്തിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. കണ്ണൂരിലാണ് അദ്ദേഹം. കണ്ണൂർ തേജസ്വിനി പുഴയിലാണ്, ചെറുപുഴയിൽ നടത്തിയ രക്ഷാപ്രവർത്തനത്തിനിടയിലാണ് രാജേഷിൻ്റെ ജീവൻ നഷ്ടമാവുന്നത്. വീട്ടിൽ അച്ഛനും അമ്മയും ഭാര്യയും 2 മക്കളും. അവർക്ക് ഒരു വലിയ വിയോഗമായി രാജേഷിൻ്റെ മൃതദേഹം ഉടൻ തന്നെ വീട്ടിലേക്ക് എത്തിക്കും. വിയോഗത്തിൽ വിങ്ങിപ്പൊട്ടുകയാണ് നാട്. അരുൺ മോഹൻ നമുക്കൊപ്പം ചേരുന്നുണ്ട്. അരുൺ മോഹൻ, മൃതദേഹം എപ്പോഴേക്ക് വീട്ടിലേക്ക് കൊണ്ടുവരും? എന്താണ് അവിടുത്തെ കാഴ്ചകൾ? യെസ്, അരുൺ മോഹൻ, എപ്പോഴേക്കും മൃതദേഹം വീട്ടിലേക്ക് കൊണ്ടുവരും? എന്താണ് അവിടെ നിന്നുള്ള കാഴ്ചകൾ? ഇവിടെ ഈ ഗ്രാമം ഒന്നടങ്കം കാത്തു നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. അല്പനിമിഷത്തിനുള്ളിൽ മൃതദേഹം ഇവിടെ എത്തിക്കുമെന്നുള്ളതാണ് നമുക്കിവിടെ മനസ്സിലാക്കാൻ കഴിയുന്നത്. സൂചിപ്പിച്ചതുപോലെ ഇവിടുത്തെ നാട്ടുകാരുടെ ഒക്കെയും ഒരു പ്രതീക്ഷയും വളരെ എല്ലാ കാര്യങ്ങളിലും മുൻതൂക്കം നിൽക്കുന്ന ഒരു വ്യക്തിയായിരുന്നു ഈ രാജേഷ്. 100 കണക്കിന് ആൾക്കാരാണ് ഈ പറയുന്ന ഈ രാജേഷിന്റെ വീട്ടിലേക്ക് ഒഴുകിയെത്തിയിരിക്കുന്നത്. രാജേഷിന്റെ ചേതനേറ്റ ശരീരത്തിന് വേണ്ടി നിറകണ്ണുകളോടെയാണ് ഗ്രാമം കാത്തു നിൽക്കുന്ന ഒരു സാഹചര്യമാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ഈ പറയുന്നത് പോലെ കണ്ണൂരിൽ ഉണ്ടായ ഈ ഉരുൾപൊട്ടലിൽ തന്റെ ജീവൻ പോലും വില കൽപ്പിക്കാതെ മറ്റൊരാളുടെ ജീവന് വേണ്ടി തുനിഞ്ഞ ഒരു യുവാവിന്റെ ഒരു ചേതനേറ്റ ശരീരം തീർച്ചയായും അത് വരുമ്പോൾ തീർച്ചയായും ഗ്രാമം ഒന്നുടങ്ക വിതുമ്പലയോടെയാണ് ഇവിടെ കാത്തു നിൽക്കുന്നത്. പൊതുദർശനം ഉണ്ടാവും. അതിനുശേഷം മതാചാര പ്രകാരമുള്ള സംസ്കാര ചടങ്ങുകളിലേക്ക് വേണ്ടിയാണ് ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, എപ്പോഴും അവിടുത്തെ വീടിൻ്റെ ഒരു സാഹചര്യം എന്താണ്? ഈ വിയോഗത്തിൽ ആ നാടിൻ്റെ ഒരു പൊതുവായ അവസ്ഥ എങ്ങനെയാണ് അരുൺ? തീർച്ചയായും ഗ്രാമം ഒന്നടങ്കം വിതുമ്പലോടുകൂടിയാണ് നിൽക്കുന്നത്. കാരണം ഈ പറയുന്ന ഏതൊരു പ്രവൃത്തികൾക്കും സജീവ സാന്നിധ്യമായിരുന്നു ഈ പറയുന്ന രാജേഷിന്റെ അഡ്വഞ്ചർ ക്ലബിന്റെ ഒരു പ്രസിഡന്റാണ്. തിരുവനന്തപുരം കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന ഒരു ക്ലബിന്റെ പ്രവർത്തകരാണ്. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ഏതൊരു സാഹചര്യങ്ങൾക്കും ഗ്രാമത്തിന്റെ മുൻപന്തിയിൽ നിന്ന് നയിക്കുന്ന ഒരു വ്യക്തി കൂടെ ആയിരുന്നു രാജേഷ് എന്നുള്ളതാണ് നമുക്ക് ഇവിടെ നിന്നൊക്കെ മനസ്സിലാക്കാൻ കഴിയുന്നത്. തീർച്ചയായും ഈ പറയുന്ന കൂട്ടുകാരോടൊപ്പം അല്ലെങ്കിൽ സഹപ്രവർത്തകരോടൊപ്പം അവിടെ ഉണ്ടായ കണ്ണൂരിലുണ്ടായ ഒരു അപകടത്തിൽ 61-കാരനായ ബെന്നി എന്ന് പറയുന്ന 61-കാരനെ രക്ഷിക്കുന്നതിനിടയിലാണ് അദ്ദേഹത്തിന്റെ ജീവൻ നഷ്ടപ്പെട്ടത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അദ്ദേഹത്തെ രക്ഷിക്കുന്നതിനിടയിൽ ഒരു കയറെറിയുമ്പോൾ അദ്ദേഹത്തിന്റെ കൈക്കുണ്ടായ പരിക്കിൽ നിന്ന് മോചിപ്പിക്കാനാണ് നീന്തി ബെന്നിയുടെ അടുത്തെത്തുകയും അദ്ദേഹത്തെ സുരക്ഷിതമായ സ്ഥലത്തെത്തുമ്പോൾ മറ്റുള്ള കൂടെ ഉണ്ടായിരുന്നവർക്ക് അറിയാമായിരുന്നു രാജേഷ് നീന്തിയെത്തും, രാജേഷിന്റെ കടന്നു വരാൻ. കാരണം പുഴയും മലയും എല്ലാം രാജേഷിന് ഒരു വിഷയമുള്ളതല്ല, പരിചയമാണ്. അദ്ദേഹം വളരെ പരിചയസമ്പന്നമായി എത്തും എന്ന് ഒരു പ്രതീക്ഷയിൽ നിൽക്കുമ്പോഴായിരുന്നു അദ്ദേഹത്തെ പുഴയെടുത്തു പോയത്. വളരെ പ്രതീക്ഷയോടെയായിരുന്നു വരുന്ന ദിവസങ്ങളിലൊക്കെ, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ രാജേഷിന് വേണ്ടി കാത്തിരുന്നത്. എന്നാൽ അദ്ദേഹത്തിന്റെ ചേതനേറ്റ ഒരു ശരീരമാണ് കിട്ടിയത്. അത് തീർച്ചയായും നാടിന് മാത്രമല്ല, നമ്മുടെ തെക്കൻ കേരളത്തിലെ തിരുവനന്തപുരത്തെ സ്വദേശിയാണ്. അദ്ദേഹത്തിന് മാത്രമല്ല അങ്ങ് കണ്ണൂരിലുള്ള ആ പ്രദേശത്തുള്ളവർക്കും ഒരു നോവായി മാറിയ ഒരു വിയോഗമാണ് രാജേഷിന്. അത് തന്നെയാണ് ഇപ്പോൾ കേരളം ആകെ രാജേഷിനെ കുറിച്ച് ഇങ്ങനോടെ കാണുന്നത്. സാഹചര്യം എന്തായാലും ഡാൻ കുര്യൻകുടിയുണ്ട്. ഡാന്, സ്വന്തം ജീവൻ നഷ്ടപ്പെടുത്തിയും മറ്റൊരാളുടെ ജീവൻ രക്ഷിച്ച ആളാണ് രാജേഷ്. രാജേഷിന് അർഹിക്കുന്ന ഒരു യാത്രയയപ്പ് നൽകാൻ സർക്കാർ സംവിധാനങ്ങളും സജ്ജമാണോ? പ്രധാന വ്യക്തികളൊക്കെ അവിടേക്ക് എത്തുമോ? എന്താണ് ക്രമീകരണം? വലിയ വൈകാരികമായ ഒരു യാത്രയയപ്പ് തന്നെ രാജേഷിന് ജന്മനാട് നൽകും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത്തരത്തിലുള്ള ക്രമീകരണങ്ങളാണ് അദ്ദേഹം ഉൾപ്പെട്ടിരുന്ന വിവിധ സംഘടനകൾ, രാഷ്ട്രീയ പാർട്ടികൾ ഒക്കെ അതിനുവേണ്ടിയുള്ള തയ്യാറെടുപ്പുകളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമുക്കിപ്പോൾ ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരം അനുസരിച്ച് 12 മണിയോടെ മാത്രമേ മൃതദേഹം അദ്ദേഹത്തിന്റെ വസതിയിലേക്ക് എത്തിക്കുകയുള്ളൂ. അത്തരത്തിലുള്ള സൂചനകളാണ് ഇപ്പോൾ ലഭിക്കുന്നത്. കാലാവസ്ഥ ഇപ്പോൾ മറ്റ് പ്രതികൂല സാഹചര്യം അല്ലാത്തതിനാൽ
കൂടുതൽ ആളുകൾ ഈ വീട്ടിലേക്ക് അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിക്കാനായി എത്തും എന്നുള്ള സൂചനകൾ കൂടി ലഭിക്കുന്നുണ്ട്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ഒരു നാടിന്റെ മുഴുവൻ നോവായി മാറിയിരിക്കുകയാണ് രാജേഷിന്റെ ഈ അപ്രതീക്ഷിതമായ വിയോഗം. അതുകൊണ്ട് തന്നെ രാജേഷിന് അവസാനമായി ഒരു നോക്ക് കാണാൻ ആ വീട്ടിലേക്ക് നൂറുകണക്കിന് ആളുകൾ എത്തുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. എന്തായാലും 12 മണിയോടെയാകും മൃതദേഹം കല്ലിയൂരിലുള്ള വസതിയിൽ എത്തിക്കുക. ശരി, അതാണ് സാഹചര്യം. കല്ലിയൂരെ വസതിയിലേക്ക് മൃതദേഹം 12 മണിയോടുകൂടി എത്തിച്ചേരുകയുള്ളൂ എന്നാണ് അറിയിച്ചിരിക്കുന്നത്. ആ രീതിയിലാണ് ക്രമീകരണം. എന്തായാലും സംസ്ഥാനം അർഹിക്കുന്ന ഒരു യാത്രയയപ്പ് നൽകാനാണ് ശ്രമിക്കുന്നത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.